ഹലോ. വെളുപ്പിനെ 6:45 ഞങ്ങൾ മൈസൂരേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഇറങ്ങിയ വഴിയിൽ അത്യാവശ്യം നല്ല മഴയും അതുപോലെ തന്നെ കോടമഞ്ഞും ഉണ്ടായിരുന്നു. കിയാമോളാണെങ്കിൽ രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ കുറച്ച് വഴക്കായിരുന്നു. അവളെ ഒന്ന് നേരെയാക്കിയെടുക്കാൻ കുറച്ച് പണിപ്പെട്ടു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് റാരാവിസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വള്ളിത്തോടിൻ്റെ അതുപോലെ തന്നെ കൂട്ടുപുഴേൻ്റെ ഇടയ്ക്കാണ്. ഒരു ബൊഫേ സിസ്റ്റം ഫുഡാണ്. 120 രൂപയാണ് പെർ ഹെഡിന് അവർ ചാർജ് ചെയ്തു. ഞങ്ങളാണെങ്കിൽ 2 ചായ വീതം കഴിച്ചു, ആളാം വീതം. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. പിന്നെ ഗോണിക്കുപ്പ് വഴിയാണ് ഞങ്ങൾ മൈസൂരേക്ക് അങ്ങോട്ട് പോയത്. എന്താ പറയുക, ഒരു 7-8 വർഷം മുമ്പ് ഞാൻ ഈ വഴി സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നത്തേൽ നിന്ന് ഇന്നത്തേക്ക് ഒരു വ്യത്യാസമില്ല. കുറച്ച് ബിൽഡിങ്ങുകൾ കൂടി എന്നല്ലാണ്ട് എല്ലാം അതേപോലെ തന്നെ. ഭയങ്കര ഒരു മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ വഴീൻ്റെ ഇരുവശത്തായിട്ട് ഒരുപാട് വഴിയോര കച്ചവടക്കാർ ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലോങ്ങൻ പഴം മേടിച്ചു. പിന്നെ മാങ്ങാപ്പഴം പല വെറൈറ്റി കണ്ടു. തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും തിരിച്ച് വന്നത് വേറൊരു വഴിയായിരുന്നു. അപ്പം ഒന്നും കണ്ടില്ല, മേടിക്കാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 11:15 ആയപ്പോഴത്തേക്കും ഹോട്ടലിലെത്തി. ഞങ്ങൾ താമസിച്ചത് ഹോട്ടൽ ലൂസിയ ഇൻ്റർനാഷണലായിരുന്നു. 2800 രൂപയായിരുന്നു ഞങ്ങളെടുത്ത റൂമിൻ്റെ റേറ്റ്. AC റൂമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. പിന്നെ 2800-നുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്കൊരു സോപ്പ് മാത്രമേ അവർ തന്നുള്ളൂ, വേറൊന്നും തന്നില്ല. പക്ഷേ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അത് വേറൊരു രസമാണ്. ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ആദ്യമേ തന്നെ പോയത് മുല്ലപ്പൂ മേടിക്കാനായിരുന്നു. ഈ ചേച്ചിൻ്റെ അടുത്ത് ഞങ്ങളൊരു 50 രൂപയ്ക്ക് മുല്ലപ്പൂ മേടിച്ചു. കിയാമോക്ക് ആദ്യം ചൂടണമെന്നുണ്ടായിരുന്നു, പിന്നെ അവൾക്കത് വേണ്ടാന്നായി. ഇവളാണെങ്കിൽ ഈ ഒരു മാർക്കറ്റ് കണ്ടപ്പോഴത്തേക്കും അവൾ അതിൽ കൂടെ എന്താ പറയുക, അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കുറേ നടന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് കളിപ്പാട്ടമൊന്നും കിട്ടിയില്ല. പക്ഷേ അവൾക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്കൂടെ നടക്കാൻ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളങ്ങനെ കുറേ നേരം നടന്നു. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് എംപയർ റെസ്റ്റോറൻ്റാണ്. അവരുടെ ഫുഡ് ഐറ്റംസ് എല്ലാം സൂപ്പറാണ്. നമ്മുടെ കേരള ഫുഡുമായിട്ട് സാമ്യമുള്ളതാണല്ലോ. ബാംഗ്ലൂർ, മൈസൂരൊക്കെ. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പം കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത് എംപയർ ഫുഡ്സ് ആയിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് ഈ ഒരു ബീഡയാണ്. ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കഴിക്കണം എന്നുള്ളത്. ഒരെണ്ണം ഞാനും എടുത്തു, ഒരെണ്ണം ചേട്ടായി എടുത്തു. പിന്നെ നേരെ കിയാമോളയും കൊണ്ട് വന്നത് ഈ ഒരു പാർക്കിലേക്കാണ്. പാർക്കിൽ വന്നെങ്കിലും ഒരു റൈഡിൽ നിന്ന് അവൾ വീണു. പിന്നെ അവൾക്ക് അവിടെ നിന്ന് പോകണം. അവൾക്ക് പിന്നെ അവിടെ അങ്ങ് നിൽക്കുന്ന ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് മൈസൂർ പാലസിലേക്കാണ്. അവിടുത്തെ തിരക്ക് കണ്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഭയങ്കര തിരക്ക്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. പിന്നെ അവിടെ പുറത്തായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൂടി 2-3 കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ സൂവിലേക്കാണ് പോയത്. സൂവിലേക്ക് പോകാൻ വേണ്ടി ഈ ഒരു കുതിരവണ്ടിയായിരുന്നു. കുതിരവണ്ടി കണ്ടപ്പോൾ തൊട്ട് കിയാമോക്ക് ഭയങ്കര നിർബന്ധം അതേ കയറണമെന്ന്. പിന്നെ ഞങ്ങൾ അതേ കയറിയാണ് സൂവിലേക്ക് പോയത്. സൂവിലും നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കയറാൻ പറ്റി. പിന്നെ ഒട്ടുമിക്ക മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ മൃഗങ്ങളെയും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാം കിയാമോക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഞങ്ങളൊരു സ്റ്റഡി ടൂർ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൂർ പ്ലാൻ ചെയ്തത്. കാരണം അവൾ വളർന്നു വരുന്നതുകൊണ്ട് തന്നെ അവൾക്കാണല്ലോ കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞങ്ങളിത് നേരത്തെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഒരു ഒത്തിരിയായിട്ട് തോന്നിയില്ല. പിന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ മൃഗങ്ങളെയും അതിൻ്റെ പ്രത്യേകതയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. കുറച്ചൊക്കെ അവൾ വഴക്കായിരുന്നു, പക്ഷേ എന്നാലും അവളും എൻജോയ് ചെയ്തു. അതിലേറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു ആഫ്രിക്കൻ ആനയായിരുന്നു. പുള്ളിക്കാരൻ്റെ ആ ഒരു തമാശയും പരിപാടിയൊക്കെ. പുള്ളിക്കാരൻ അവിടെ അടുത്ത് കുറേ മൈനയും അതുപോലെ തന്നെ പിന്നെ മയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇങ്ങനെ തമാശയോടെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു സീൻ ഭയങ്കര രസമായിരുന്നു. സൂവിൽ നിന്ന് ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി ഞാൻ ആദ്യം പോയി കഴിച്ചത് ബേൽപൂരിയാണ്. പിന്നെ നേരം വെളുത്ത് ഒരു 4 മണി ആയപ്പോഴേ കണ്ട കാഴ്ച ഇതാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബഹളം കേട്ടിട്ടാണ് എണീറ്റത്. പൂക്കച്ചവടമായിരുന്നു, പക്ഷെ ഭയങ്കര രസമായിരുന്നു അത് കണ്ടു നിൽക്കാൻ വേണ്ടി. അങ്ങനെ നേരം വെളുത്ത് ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഞാൻ കഴിച്ചത് പൊങ്കലാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഈ ഒരു പൊങ്കൽ എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് നേരെ പോയത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ്. അവിടെയും രാവിലെ 7 മണി 7:30 ആ സമയമാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. പള്ളിയിൽ ഒരു തമിഴ് കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് നേരം പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഒരു മൈസൂർ സാൻഡൽ മാർക്കറ്റോ ഷോപ്പ് അങ്ങനെ ഉണ്ടല്ലോ, അവിടെ പോയി. സത്യം പറഞ്ഞാൽ ഈ വില കേട്ടിട്ട് ഞെട്ടിപ്പോയി, തൊട്ടാ പൊള്ളുന്ന വില. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു മൈസൂർ സാൻഡലിൻ്റെ ഒരു സോപ്പ് മേടിച്ചു. 3 എണ്ണം 250 രൂപ. പിന്നെ ഈ കാണുന്നത് വള, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. എനിക്കാണെങ്കിൽ കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് കുപ്പിവള മേടിച്ചു. പിന്നെ കഴിച്ചത് ഈ ഒരു സ്വീറ്റ് കോണാണ്. ഇതെവിടെ കണ്ടാലും ഞാൻ ഓടിപ്പോയി മേടിക്കാറുണ്ട്. എൻ്റെ ഭയങ്കര ഫേവറേറ്റുള്ള ഒരു സാധനമാണിത്.
ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൈസൂർ പാലസിന് മുമ്പിൽ വീണ്ടും എത്തി. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ മൈസൂർ പാലസൊക്കെ കണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വീണ്ടും ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അതായത് മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ ഒരു ഹോട്ടലുണ്ട്. ഞാൻ സ്ഥിരം അവിടുന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലിന് വേണ്ടി ഞാൻ വീണ്ടും അവിടുന്ന് കുറച്ച് നൂഡിൽസും ചേട്ടായിയും ഞാനും കൊച്ചും കൂടെ കഴിച്ചു. മുമ്പ് ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരുന്നിടത്ത് ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതനുഭവിക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും ഞങ്ങൾ മൈസൂർ പാലസിലേക്ക് വന്നു. കാരണം അവിടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ 7 മണി തൊട്ട് 8 മണി വരെ വൈകുന്നേരങ്ങളിൽ ഈ ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അത് കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഈ ആൾക്കാരെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത്രയും ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ. പിന്നെ മൈസൂരത്തെ ഫേമസ് ആയിട്ടുള്ള ഗുരു സ്വീറ്റ്സിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു മൈസൂർ പാക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ രാവിലെ പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടി പോയത് മൈലാരി ദോശയാണ്. അത് മൈസൂരിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പറയാതോയ്യ കിഡു സാധനം. അങ്ങനെ മൈലാരി ദോശ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ അതൊക്കെ കഴിക്കാനുള്ള ആ ഒരു ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ കിയാമോളുടെ ഒരു കുരുത്തക്കേടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ഒരു 9 മണി ആയപ്പോഴത്തേക്കും മൈസൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചായിരുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഒരു സൂര്യകാന്തിപ്പാടം കണ്ടത്. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ 50 രൂപ കൊടുക്കേണ്ടി വന്നു. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു പോരുന്ന വഴിക്ക്. അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു. ഞങ്ങൾ ബന്ദിപ്പൂർ വനത്തിൽ കൂടെയാണ്, സുൽത്താൻ ബത്തേരി വഴിയാണ് കണ്ണൂരേക്ക് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ മൃഗങ്ങളെയൊക്കെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ആകെപ്പാടെ കണ്ടത് 3 മാന്യം, അതുപോലെ തന്നെ ഒരു 5-6 കുരങ്ങനെ മാത്രമാണ്.